തുടർഭരണ പ്രതീക്ഷയിൽ CPM. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ LDFന് തുടർഭരണമുണ്ടാകുമെന്ന് നേതാക്കൾ ആവർത്തിക്കുമ്പോഴും CPM മണ്ഡലം ജില്ലാ കമ്മിറ്റികളുടെ പ്രാഥമിക വിലയിരുത്തലുകൾ പുറത്തുവരുമ്പോൾ ഇടത് ക്യാമ്പുകളിൽ പ്രതീക്ഷയും ആശങ്കയും ഒരേപോലെ നിഴലിക്കുന്നു. മന്ത്രിമാരിൽ ചിലർ പരാജയപ്പെടുമെന്ന ആശങ്കയും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നു. തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലയിൽ ചില സിറ്റിംഗ് സീറ്റുകളിൽ വിജയസാധ്യത കുറവാണെന്നും പാർട്ടി വിലയിരുത്തുന്നു. തിരുവനന്തപുരത്ത് CPM മത്സരിച്ച 4 മണ്ഡലങ്ങളിൽ ഇത്തവണ കടുത്ത മത്സരം നടന്നെന്ന വിലയിരുത്തലിലാണ് പാർട്ടി. നെയ്യാറ്റിൻകര, അരുവിക്കര, കാട്ടാക്കര, നേമം എന്നീ മണ്ഡലങ്ങളിലെ വിജയസാധ്യതയിലാണ് പാർട്ടിക്ക് ആശങ്കയുള്ളത്. ഈ മണ്ഡലങ്ങളിൽ വിജയിച്ചാൽ തന്നെ അത് നേരിയ ഭൂരിപക്ഷമാകുമെന്നാണ് വിലയിരുത്തൽ. മണ്ഡലം കമ്മിറ്റികളിൽ നിന്നുള്ള വോട്ട് കണക്കുകൾ പരിശോധിക്കുമ്പോൾ സിറ്റിംഗ് സീറ്റുകൾ ചിലത് നഷ്ടമാകുമെന്ന വിലയിരുത്തലിലാണ് CPM. 2021 തിരുവനന്തപുരത്ത് 14 മണ്ഡലങ്ങളിൽ 13ഇടത്തും LDF ആയിരുന്നു വിജയിച്ചത്. കോവളത്ത് മാത്രമായിരുന്നു UDFന് വിജയിക്കാനായത്. തിരുവനന്തപുരം, കോവളം എന്നീ സീറ്റുകളിൽ പൊതു സ്വതന്ത്രന്മാരെയാണ് LDF മത്സരിപ്പിച്ചത്. എന്നാൽ ഈ 2 മണ്ഡലങ്ങളിലും വിജയപ്രതീക്ഷ കുറവാണെന്നാണ് CPM കരുതുന്നത്. ആറ്റിങ്ങൽ, വർക്കല, പാറശാല എന്നീ മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പാണെന്ന ശുഭപ്രതീക്ഷയിലാണ് പാർട്ടി നേതൃത്വം. വട്ടിയൂർക്കാവിൽ VK പ്രശാന്ത് കടുത്ത മത്സരം നേരിട്ടുവെങ്കിലും അവിടെയും ഒടുവിൽ വിജയമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടി. കൊല്ലത്ത് കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കാനാകുമെന്നാണ് CPM കണക്കുകൂട്ടുന്നത്. എന്നാൽ ജില്ലയിലെ പല മണ്ഡലങ്ങളിലുമുണ്ടായ കടുത്ത പോരാട്ടം CPMനെ ആശങ്കയിലാക്കുന്നുമുണ്ട്. 6 മുതൽ 9 സീറ്റുകൾ വരെ ഇടതുമുന്നണിക്ക് ലഭിക്കുമെന്ന് CPM ജില്ലാ നേതൃത്വം വിലയിരുത്തുന്നു. 9 സീറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തേതിന് സമാനമായ മുന്നേറ്റം ജില്ലയിൽ നടത്താൻ LDFന് സാധിക്കുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. 11 സീറ്റുകളിൽ 9 മണ്ഡലങ്ങളും കഴിഞ്ഞ തവണ ഇടതുമുന്നണിക്കൊപ്പമായിരുന്നു. കുണ്ട്രയും കരുനാഗപ്പള്ളിയും മാത്രമാണ് UDFനൊപ്പം നിന്നത്. ജില്ലയിലെ 5 മണ്ഡലങ്ങളിലാണ് ഇത്തവണ പ്രവചനാതീതമായ പോരാട്ടം നടക്കുന്നത്. കൊല്ലം, ചവറ, കുന്നത്തൂർ, കുണ്ടറ, പത്തനാപുരം എന്നീ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം നിർണായകമായിരിക്കും. എറണാകുളത്ത് തൃപ്പൂണിത്തറ തിരിച്ചുപിടിക്കാമെന്ന് കരുതുമ്പോഴും ജില്ലയിൽ കോൺഗ്രസിന് അനുകൂലമായ വിധിയെഴുത്തുണ്ടാകില്ല എന്നാണ് CPM വിലയിരുത്തൽ. കഴിഞ്ഞ തവണ 5 സീറ്റുകൾ മാത്രമാണ് LDFന് ലഭിച്ചത്. സിറ്റിംഗ് സീറ്റുകളായ കൊച്ചി, വൈപ്പിൻ, കുന്നത്തുനാട്, കളമശ്ശേരി, കോതമംഗലം എന്നീ 5 മണ്ഡലങ്ങളും ഇത്തവണ നിലനിർത്താൻ സാധിക്കുമെന്ന് പാർട്ടി അവകാശപ്പെടുന്നു. ഇതിനു പുറമെ മുമ്പ് പാർട്ടിയുടെ പക്കലുണ്ടായിരുന്ന തൃപ്പൂണിത്തറ മണ്ഡലം ഇത്തവണ അധികമായി നേടാനാകുമെന്നതാണ് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ പ്രധാന വിലയിരുത്തൽ. ആലപ്പുഴയിൽ ശക്തമായ മത്സരം നടന്ന അമ്പലപ്പുഴയിൽ വിജയപ്രതീക്ഷ ഉണ്ടെങ്കിലും അത് നേരിയ വോട്ടിനാകും എന്നും CPM കരുതുന്നു. അതേസമയം 2000 വോട്ടിന് പരാജയപ്പെടുമെന്ന ആശങ്കയും CPM അവലോകന യോഗത്തിൽ വ്യക്തമാകുന്നു. അമ്പലപ്പുഴയിൽ BJP വോട്ടുകൾ വ്യക്തതയില്ലാത്തതിനാലാണ് ഇത്തരത്തിൽ 2 കണക്കുകൾ പാർട്ടിക്ക് കൈമാറേണ്ടി വന്നത്. അമ്പലപ്പുഴയിൽ ഇത്തവണ വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന ആശങ്ക പാർട്ടി നേതൃത്വത്തിനുണ്ട്. ജില്ലയിലെ ആകെയുള്ള 9 സീറ്റുകളിൽ 7ഇടത്ത് വിജയിക്കാൻ കഴിയുമെന്നാണ് CPMന്റെ പൊതുവായ കണക്കുകൂട്ടൽ. എന്നാൽ ഘടകകക്ഷിയായ NCP മത്സരിക്കുന്ന കുട്ടനാട് കൈവിട്ടേക്കും. UDFന്റെ പക്കലുള്ള ഹരിപ്പാട് സീറ്റ് ഇത്തവണയും ലഭിക്കില്ലെന്നും പാർട്ടിയുടെ പ്രാഥമിക വിലയിരുത്തലിൽ പറയുന്നു. അരൂർ, ആലപ്പുഴ, കായംകുളം എന്നീ മണ്ഡലങ്ങളിൽ ചെറിയ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടാകൂ എന്ന് പാർട്ടി കരുതുന്നു. ചെങ്ങന്നൂരിൽ 20,000 വോട്ടിന് മുകളിലുള്ള വൻ ഭൂരിപക്ഷമാണ് CPM കണക്കാക്കുന്നത്. ചേർത്തലയിലും മാവേലിക്കരയിലും മികച്ച വിജയം നേടാൻ കഴിയുമെന്നും പാർട്ടി വിശ്വസിക്കുന്നു. 2021 ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് സീറ്റിൽ മാത്രമാണ് കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞത്. മറ്റ് 8ഇടത്തും LDFനായിരുന്നു വിജയം. ഇടുക്കി ജില്ലയിലെ പ്രാഥമിക വിലയിരുത്തലിൽ LDFന് ആശങ്കയും ആത്മവിശ്വാസവും ഒരുപോലെ നൽകുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ തവണ LDFനൊപ്പം നിന്ന പീരുമേട് നിയമസഭാ മണ്ഡലം ഇത്തവണ നഷ്ടമായേക്കുമെന്നാണ് വിലയിരുത്തൽ. ഇവിടെ UDF സ്ഥാനാർത്ഥി സിറിയക് തോമസിന് അനുകൂലമായി ഉണ്ടായിരുന്ന സഹതാപ തരംഗം LDFന് തിരിച്ചടിയായേക്കാം. ഉടുമ്പൻചോലയിലും ഇടുക്കിയിലും വിജയം ഉറപ്പാണെന്ന ആത്മവിശ്വാസത്തിലാണ് ജില്ലാ നേതൃത്വം. ദേവികുളം മണ്ഡലത്തിൽ ഇത്തവണ അതിശക്തമായ മത്സരമാണ് നടന്നതെന്നാണ് CPM വിലയിരുത്തുന്നത്. ഇടുക്കി ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ഇവിടെ ഫലം പ്രവചനാതീതമാണെങ്കിലും വിജയസാധ്യത പാർട്ടി തള്ളിക്കളയുന്നില്ല. പത്തനംതിട്ടയിലെ ആറന്മുളയിൽ മന്ത്രി വീണ ജോർജ് 7000-ലധികം വോട്ടിന് വിജയിക്കുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. മലപ്പുറം ജില്ലയിലെ പ്രാഥമിക വിലയിരുത്തലുകൾ അനുസരിച്ച് 2 സീറ്റുകൾ മാത്രമാണ് CPM പ്രതീക്ഷിക്കുന്നത്. മന്ത്രി V അബ്ദുറഹ്മാൻ തിരൂരിൽ പരാജയപ്പെട്ടേക്കുമെന്നാണ് പാർട്ടി ഇപ്പോൾ വിലയിരുത്തുന്നത്. അതിശക്തമായ പോരാട്ടം നടന്നുവെങ്കിലും മണ്ഡലത്തിൽ വിജയം ഉറപ്പില്ലെന്നും ഒരുപക്ഷെ UDF സ്ഥാനാർത്ഥി ചെറിയ ഭൂരിപക്ഷത്തിന് വിജയിച്ചേക്കാമെന്നും വിലയിരുത്തലുണ്ട്. ഇതിനു പുറമെ താനൂരും ഇത്തവണ CPMനെ കൈവിടുമെന്നാണ് വിലയിരുത്തൽ. നേരത്തെ അബ്ദുറഹ്മാൻ 2 തവണ മത്സരിച്ച മണ്ഡലമാണ് താനൂർ. കഴിഞ്ഞ തവണ 4 സീറ്റുകളിൽ LDF വിജയിച്ചിരുന്നു. തവനൂരും പൊന്നാനിയും നിലനിർത്താൻ കഴിയുമെന്ന നേരിയ ആത്മവിശ്വാസത്തിലാണ് CPM നേതൃത്വം. തവനൂരിൽ 3000 മുതൽ 5000 വരെ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന പൊന്നാനിയിൽ ഇത്തവണ അത് 5000-നും 7000-നും ഇടയിലായി കുറയാൻ സാധ്യതയുണ്ടെന്ന് പാർട്ടി നിരീക്ഷിക്കുന്നു. കോഴിക്കോട് 8 സീറ്റുകളിൽ വിജയം ഉറപ്പാണെന്ന് CPM പ്രതീക്ഷിക്കുന്നു. വടകര തിരിച്ചുപിടിക്കാനാകുമെന്നും CPM കരുതുന്നു.
കോഴിക്കോട് സൗത്ത്, കുന്ദമംഗലം, നാദാപുരം, കുറ്റ്യാടി, കൊയിലാണ്ടി സീറ്റുകൾ നഷ്ടമായേക്കുമെന്നാണ് വിലയിരുത്തൽ. തിരുവമ്പാടി, പേരാമ്പ്ര, കോഴിക്കോട് 1, എലത്തൂർ, ബേപ്പൂർ, ബാലുശ്ശേരി മണ്ഡലങ്ങളിൽ വിജയം സുനിശ്ചിതമാണെന്നും CPM കണക്ക് കൂട്ടുന്നു. കണ്ണൂരിൽ കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റുകൾ നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് CPM. എന്നാൽ പേരാവൂരിൽ അട്ടിമറി വിജയം നേടാൻ സാധ്യതയില്ലെന്നാണ് CPM വിലയിരുത്തൽ. കാസർഗോഡ് ജില്ലയിലെ CPMന്റെ സിറ്റിംഗ് സീറ്റുകളിൽ ഇത്തവണ കടുത്ത മത്സരം നടന്നുവെന്നാണ് പാർട്ടിയുടെ പ്രാഥമിക വിലയിരുത്തൽ. തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായതായും അവിടെ 4900 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിക്കുമെന്നും മണ്ഡലം കമ്മിറ്റിയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ഉദുമയിൽ 1500 വോട്ടുകൾക്ക് പിന്നിലാണെന്ന റിപ്പോർട്ടുകൾ പാർട്ടിക്ക് നേരിയ ആശങ്ക നൽകുന്നു. 2021 കാസർഗോഡ് ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ 3ലും LDFനായിരുന്നു വിജയം. മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങൾ മാത്രമാണ് UDFനൊപ്പം നിന്നത്. അതേസമയം കാസർഗോഡ് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി 40,000-ലധികം വോട്ടുകൾ നേടുമെന്നും മഞ്ചേശ്വരത്തെ പാർട്ടി വോട്ടുകളിൽ ചോർച്ചയുണ്ടാകില്ലെന്നും വിലയിരുത്തുന്നതിലൂടെ ജില്ലയിലെ സ്വാധീനം നിലനിർത്താമെന്ന പ്രതീക്ഷയിലാണ് CPM നേതൃത്വം.